നമസ്കാരം, ഞാൻ പ്രസീത ചാലക്കുടി. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ള കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അഭിവാദ്യം അർപ്പിച്ചൊരു വീഡിയോ ഫേസ്ബുക്കിൽ വൈറലായി. അതിൻ്റെ താഴെ എൻ്റെ ആശയങ്ങളോട്, ഞാൻ പറഞ്ഞ ആ ഒരു ആശയത്തോട് ഇഷ്ടമില്ലാത്ത ആളുകൾ പ്രതികരിക്കുന്ന രീതിയും നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഞാനും കണ്ടു. വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടും കൂടി തന്നെയാണ് ഞാനും എൻ്റെ കുടുംബം അത് ഏറ്റെടുത്തത്. കാരണം അവരവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഒളിഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുകയല്ല ചെയ്തത്. ഡയറക്റ്റ് വന്നിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനൊരു വീഡിയോ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇന്നലെ പരിപാടി കഴിഞ്ഞ് ഞാനും മനുവേട്ടനും റൂമിലേക്ക് എത്തിക്കഴിഞ്ഞ് ഫോൺ നോക്കണ സമയത്ത് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഇങ്ങനെയായിരുന്നു: നീ അയച്ച ആ വീഡിയോയുടെ പ്രതികാരം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് നെയ്യോ കണ്ടോളൂ. അത് ഞങ്ങൾ കൃത്യമായ ഒരു ക്യാമ്പയിൻ നിനക്കെതിരെ തുടങ്ങുകയാണ്. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നേരിടാൻ നീ തയ്യാറാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നത്. മെസ്സേജ് വായിച്ചു മനുവേട്ടനെ ഞാനത് കാണിച്ചു കൊടുത്തു. അതങ്ങനെ ഞങ്ങൾ ബാക്കപ്പ് അടിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങി. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോണിൽ കണ്ടൊരു സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇതാണ് എൻ്റെ ഫോണിൽ ഞാൻ കണ്ട സ്ക്രീൻഷോട്ട്. ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണുന്നത്: ഹിന്ദു വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് പ്രസീത. താഴെ എഴുതിയേക്കുന്നത് അമ്പലങ്ങളിൽ പാടിയപ്പോൾ തോന്നിയില്ലേ സഖാത്തി എന്നാണ് ഇതിൽ വന്നേക്കണേ. മെസ്സേജിൻ്റെ അടിയിൽ വന്നേക്കണ ക്യാപ്ഷൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈശ്വരവിശ്വാസം ഒരുപാട് കൊണ്ടുനടക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രസീത ചാലക്കുടി ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ പ്രതികാരം എന്ന നിലയിൽ ഇങ്ങനൊരു ക്യാപ്ഷനോടെ ഒരു സ്ക്രീൻഷോട്ട് വിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ വെറുക്കാമോ അതിൻ്റെ അറ്റം വരെ വെറുക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു ക്യാമ്പയിനിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, എത്ര തിരക്ക്, ഇപ്പോൾ ഫീൽഡിൽ എത്ര തിരക്കുള്ള കലാകാരന്മാരാണെങ്കിലും എല്ലാ കലാകാരന്മാരും, മോസ്റ്റ് ഓഫ് പീപ്പിൾ, അവർ ഈശ്വരവിശ്വാസികൾ തന്നെയായിരിക്കും. ഞങ്ങൾ എത്ര ഫീൽഡിൽ തിരക്കിട്ട് ഓടുന്ന സമയത്താണെങ്കിലും ഒരു മാസം പോലും ഇടവിടാതെ മൂകാംബികയിൽ പോയി തൊഴുന്നൊരു ഫാമിലിയാണ് എൻ്റെ. അതുതന്നെയല്ല, എല്ലാ വർഷവും എൻ്റെ മോനുണ്ടായതിനു ശേഷം ഒറ്റ വർഷം പോലും ഇടതടവില്ലാതെ 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് എൻ്റെ മോനെ, എൻ്റെ മനുവേട്ടനും പറഞ്ഞയക്കുന്ന ഒരാളാണ് ഞാൻ. വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ആവണങ്ങാട് കളരിയിൽ നിങ്ങൾ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ വരുന്ന സെപ്റ്റംബർ മാസം 12-ാം തീയതി അവിടെ നടക്കാൻ പോകുന്ന ചുറ്റുവിളക്ക് എൻ്റെ പേരിലുള്ള ചുറ്റുവിളക്കാണ്. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്ത്, ഞങ്ങളിപ്പോൾ പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ നീ നിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണോ? നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല. ഈശ്വര വിശ്വാസം എന്ന് പറയണത് ഒരു തീപ്പന്തമാണ്. എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ച് എല്ലാം. ആ ഒരു പന്തം കൊണ്ട് തല ചൊറിയാൻ പ്രസീതയ്ക്കും ആവില്ല, നമുക്ക് ആർക്കും ആവില്ല. ഈശ്വര വിശ്വാസം വിട്ടിട്ട് ഒരു കളി ഒരു കലാകാരന്മാരും കളിക്കില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രസീതനെ എത്രയോ വെറുപ്പിക്കാൻ പറ്റാവുന്ന രീതിയിൽ വെറുപ്പിക്കാനാണ് ഇങ്ങനെ വിട്ട ആളുകളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. വേറൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ ആശയത്തോട് വെറുപ്പ് തോന്നുന്ന ആളുകൾ, എൻ്റെ ആശയത്തോട് എതിര് നിൽക്കുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഈ പറയുന്ന എതിർ രാഷ്ട്രീയ പാർട്ടികളെ തന്നെ ഞാൻ പറയുകയാണ്, അവരുടെ ഫേസ്ബുക്ക് പേജുകളിലെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ എന്നിട്ട് നോക്കി നോക്കൂ. ഞാൻ ചെയ്തിട്ടുള്ള ലൈവുകൾ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാം. അത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഞാൻ ചെയ്തിട്ടുള്ള ലൈവുകളാണ് അതൊക്കെ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട ആളുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങൾ എതിർത്ത് പറയുന്ന ആളുകൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊരു കോട്ടം വരുത്തണ്ട. കാരണം എന്നെ കുറേ തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ എതിർത്തിട്ടോ നിങ്ങളെ ദേഷ്യം തീരുകയാണെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് തീരട്ടെ. സ്നേഹത്തോടെ ഇതുവരെ കൂടെ നിന്ന ആളുകൾ ഇനിയും കൂടെ ഉണ്ടാവണം എന്നുള്ള അപേക്ഷ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെയോ എൻ്റെ മനുവേട്ടൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെയോ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ പ്രസീതയ്ക്കോ പ്രസീത കുടുംബത്തിനോ ഒരു മടിയുമില്ല. ഇപ്പോൾ വരുന്ന ചില കമൻസ് ഇങ്ങനെയാണ്: പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വായോ, ഞങ്ങൾ ശരിയാക്കി തരാം, അല്ലെങ്കിൽ നീ അമ്പലത്തിൽ പാടുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം തരാം. എതിർക്കുന്നവർ എന്നും എതിർത്തുകൊണ്ടേ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇഷ്ടമുള്ളവർ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് വിഷമത്തോടെയും ഒരുപാട് സന്തോഷത്തോടെയും എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഈശ്വരവിശ്വാസം ഒരിക്കലും കൈവിടുന്ന ഒരാളല്ല. ആശയം തുറന്ന് പറയുന്നു എന്ന് മാത്രം. താങ്ക് യു സോ മച്ച്.